ചബഹാർ തുറമുഖത്തിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നു എന്നറിഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയുമായിരിക്കും. കാരണം ചബഹാർ തുറമുഖത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണവർ. 2024 ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഗ്ലോബൽ പോർട്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിക്കുന്നത്. 2024 മുതൽ 10 വർഷത്തേക്കാണ് കരാർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും ഈ കരാറിൽ ഏറെ അസ്വസ്ഥത അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നതാണ്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ഒരു നേരിട്ടുള്ള ബന്ധം, കരമാർഗമുള്ള ഒരു ബന്ധത്തിന് ഇന്ത്യയെ അനുവദിച്ചിരുന്നില്ല. പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനെയും അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യയെ അനുവദിക്കുന്ന ഒരു തുറമുഖമാണ് ചബഹാർ തുറമുഖം. ചബഹാർ തുറമുഖം ഉണ്ടെങ്കിൽ പാകിസ്ഥാനെ കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് ഇത്തരം വലിയ വ്യാപാര ബന്ധങ്ങൾ നടത്താൻ കഴിയും. മാത്രമല്ല, പാകിസ്ഥാൻ ഒരു വലിയ സുരക്ഷാ ഭീഷണി ആണ് ഈ ചബഹാർ തുറമുഖത്തിലെ ഇന്ത്യൻ സാന്നിധ്യം എന്നും അവർ കരുതിപ്പോന്നു. ചൈനയുടെയും സ്ഥിതി അതുതന്നെയാണ്. ചൈനയുടെ പാകിസ്ഥാൻ വഴിയുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ചബഹാർ തുറമുഖം വലിയ ഭീഷണിയാകും എന്നവർ കരുതി. ചബഹാറിലൂടെ ഇന്ത്യ വ്യാപാരം മാത്രമായിരിക്കില്ല നടത്തുക, ചൈനീസ് പടക്കപ്പലുകളുടെ നീക്കങ്ങൾ അറിയാനും ഇവിടെ ഇന്ത്യയുടെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യക്ക് സാധിക്കും.